ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നിട്ടും ഇനിയും എന്നെ കുടുക്കിയേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നത് അബ്ദുൽ നാസർ മഅദനിയോടുള്ള വിരോധമല്ല, ഈ തൊപ്പിയോടുള്ള വിരോധമാണ്, ഈ ദാടിയോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമുദായത്തോടുള്ള വിരോധമാണ്, ഞാൻ നെഞ്ചോടെടുക്കുന്ന വിശുദ്ധ ഖുർആനോടുള്ള വിരോധമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള വിരോധമാണ്, എന്റെ ഇസ്ലാമിക സ്വത്വബോധത്തോടുള്ള വിരോധമാണ്, ഞാനൊരു ഉറച്ച മുസ്ലിമാണെന്ന് വിളിച്ചു പറയുന്നത് കൊണ്ടുള്ള വിരോധമാണ്. അത് മനസ്സിലാക്കാൻ ഇന്നും സമുദായത്തിലെ ചിലർക്ക് മനസ്സിലായിട്ടില്ല, അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രം. ഇത് മഅദനി എന്ന് പറയുന്ന ഒരുത്തനോടുള്ള വിരോധമാണോ? ആണെങ്കിൽ തീരാൻ സമയായില്ലേ? 9.5 കൊല്ലം ഇട്ട് പീഡിപ്പിച്ചില്ലേ? അതിനു മുമ്പ് കാല് ബോംബെറിഞ്ഞ് തകർത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? കാല് ബോംബെറിഞ്ഞ് തകർത്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദി വലത് കാല് ബോംബ് വെച്ച് തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കാല് തിരിച്ചു ബോംബ് വെച്ച് തകർത്തോ? മഅദനിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? ഒരാളുടെ ഒരു രോമമെങ്കിലും നശിപ്പിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഈ മുറിക്കപ്പെട്ട കാലുമായിട്ട് ഞാൻ 9.5 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? എന്റെ വലത് കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഈ കഴിഞ്ഞ നവംബർ മാസത്തില് കൊല്ലത്ത് സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോ ഞാൻ പോയിട്ട് എന്താ പറഞ്ഞത്? എന്നെ ഈ വീൽ ചെയറിൽ ഒരു ജീവച്ഛവം പോലെ ഉരുട്ടിക്കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ, എന്നെ ബോംബെറിഞ്ഞ RSS-കാരൻ തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അതിലെ 1-ാം പ്രതി എന്റെ അടുക്കൽ അൻവാർശ്ശേരിയിൽ വന്ന് ഈ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് ഞാൻ മുസ്ലിം ആയിക്കോളാമെന്ന് പറഞ്ഞവനാണ് 1-ാം പ്രതി. ആ 1-ാം പ്രതി ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കോടതിക്ക് മുന്നിൽ എന്താ എഴുതി കൊടുത്തത്? എന്റെ നഷ്ടപ്പെട്ടു പോയ വലത് കാലിന് പകരം 17 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട കാല് ആരെങ്കിലും കുറച്ചു നാൾ ജയിലിലടച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂല. എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരം ഒന്നും ആവൂല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരമാകാൻ ഒന്നിനും കഴിയാത്തത് കൊണ്ട് ജയിൽ ജീവിതത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചതാ. ഒരു നിമിഷത്തിൽ എന്നോട് ദേഷ്യം തോന്നി എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയും മാപ്പ് കൊടുക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ ജില്ലാ സെഷൻസ് അഡീഷണൽ ജഡ്ജി വാസവൻ എന്റെ മുഖത്തേക്ക് കുറെ നേരം ഇങ്ങനെ തുറിച്ചു നോക്കിയിരുന്നിട്ട്, കോടതിയാണോ മാപ്പ് കൊടുക്കേണ്ടത്, ദൈവം തമ്പുരാനല്ലേ മാപ്പ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ സാക്ഷി പറയാൻ വിളിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രത്തോളം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ എന്റെ കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് വാക്ക് പാലിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോന്നെങ്കിൽ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത അതേ ദിവസമാ മക്കളെ എന്റെ കാല് ബോംബ് വെച്ച കേസിലെ പ്രതികൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുകയും ഞാൻ സാക്ഷി പറയുകയും ചെയ്യാതിരുന്നതിന്റെ പേരിൽ അവരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. എന്നിട്ട് ഞാൻ ഭീകരവാദിയാകുന്നു, ഞാൻ തീവ്രവാദിയാകുന്നു, ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടി തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ന ആളുകളാണെന്ന് ലിബർഹാൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ട് അവര് തീവ്രവാദികളാകുന്നില്ല, അവര് ഭീകരവാദികളാകുന്നില്ല. ബോംബെയിൽ, ഗുജറാത്തില്, ജംഷഡ്പൂരില്, ഗോഹട്ടിയില്, വാരാണസിയില്, അയോധ്യയില്, അലിഗറില്, അഹമ്മദാബാദില്, ഭഗൽപൂരില്, ഗുജറാത്തിലെ ആയിരക്കണക്കിന് നിരപരാധികളെ ചുട്ടുകൊന്നവര് തീവ്രവാദികളാകുന്നില്ല, ഭീകരവാദികളാവുന്നില്ല. അബ്ദുൽ നാസർ മഅദനി സ്വന്തം കാല് ബോംബ് വെച്ചവന് കോടതിയിൽ പോയി മാപ്പ് കൊടുത്ത മഅദനി മാത്രം എങ്ങനെയാ ഭീകരവാദിയാകുന്നത്? എന്റെ പാവപ്പെട്ട ഭാര്യ അന്യപുരുഷന്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ ജയിലിൽ പോയതിന്റെ പേരിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്ന വീട്ടമ്മയായ എന്റെ ഭാര്യ അറിഞ്ഞുകൊണ്ട് ഒരു വഖ്ത് നിസ്കാരം കളാക്കാത്ത, ഒരു നോമ്പ് കളാക്കാത്ത, ഒരു സുന്നത്ത് നോമ്പ് വിടാത്ത, ഒരു ദിവസം പോലെ ദിക്റും സ്വലാത്തും ഉപേക്ഷിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ തീവ്രവാദിയാകുന്നു. പർദ്ദയിട്ടുകൊണ്ട് ജയിലിലേക്ക് അവർ ആനയിക്കപ്പെടുന്നു. അവർ പലരാലും ആക്ഷേപിക്കപ്പെടുന്നു, നികൃഷ്ടമായ ഭാഷയിൽ വിമർശിക്കപ്പെടുന്നു. ഇതെന്തിന്റെ പേരിലാ? എന്റെ പ്രിയപ്പെട്ട സമുദായം ചിന്തിക്കണം. നാളെ മഅദനി മരിച്ചു പോവും. പിന്നെ ഇവരൊക്കെ കുറെ മുസ്ലിങ്ങളെ കയ്യിലെടുത്ത് വെച്ച് വാഴ്ത്തുമെന്നും മൗലൂദോതുമെന്നും ആരും കരുതണ്ട. മഅദനി മരിച്ചാലും മഅദനിയുടെ ഭാര്യ മരിച്ചാലും ഇതൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സമുദായത്തിന്റെ ഏതെങ്കിലും, ഈ സമുദായത്തിലെ പേരുള്ള ഒരു മുസ്ലിം പേരുള്ള ഏതെങ്കിലും ഒരുത്തരെ പിടിച്ചാൽ അവനെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ പുറകിൽ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ടിരിക്കുന്നത് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഖുർആന്റെ വചനങ്ങൾ പുറകെ എഴുതിയിട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് തീവ്രവാദികൾ എന്ന് പറയുന്നവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ? എന്തുകൊണ്ടാണ് അങ്ങ് ജാമിയ നഗറിൽ 2-3 നിരപരാധികളായ +2 പഠിച്ച ചെറുപ്പക്കാരെ പിടിച്ച് അവർ കലാപം നടത്തിയെന്നും അവർ അക്രമം നടത്തിയെന്നും പോലീസിനെ വെടിവെച്ച് കൊന്നെന്നും ഒക്കെ പറഞ്ഞ് അവർക്കെതിരെ കുറ്റമാരോപിച്ചു കൊണ്ടുവന്നപ്പോൾ അവരുടെ തലയിൽ എന്തുകൊണ്ടാ മഹാനായ മക്ക ഇമാമും മദീന ഇമാമും ഇടുന്ന ഷാള്, ഡൽഹി ഇമാം ഇടുന്ന ഷാള്, പാളയംപള്ളിയിലെ ഇമാം ഇടുന്ന ഷാള്, യാത്രാരാപത്ത് ഉപയോഗിച്ച ഷാള്, ആ ഷാള് തലയിൽ കൊണ്ട് അവരുടെ ഫോട്ടോ എന്തുകൊണ്ടാ പ്രദർശിപ്പിച്ചത്? ഇവിടെ അബ്ദുൽ നാസർ മഅദനിയോ സൂഫിയ മഅദനിയോ ആണോ പ്രശ്നം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
പുരകത്തുന്നതിനിടയിൽ വാഴ വെട്ടാൻ നടക്കുന്നവന്മാർ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ഞാനിത് പറയുന്നത് ഇത് എന്നോട് മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അടുത്ത നിമിഷം മരിക്കാം, എന്റെ ഭാര്യ അടുത്ത നിമിഷം മരിക്കാം. പക്ഷെ മരിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചതുകൊണ്ട് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒക്കെ അവസാനിക്കുമെങ്കിൽ അതോടുകൂടി ഇതൊക്കെ നിൽക്കുമല്ലോ. പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിൽക്കുമെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിൽക്കുമെന്ന്? ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താ? ഇപ്പൊ അടുത്ത ദിവസം കുറെ പേരുകൾ കേട്ട്, എന്താ പേര് പത്രത്തിൽ വന്ന ഹെഡ്ലിയോ എന്താണ്? ഡേവിഡ്